കേരള രാഷ്ട്രീയത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 15. ചോരയിൽ മുങ്ങിയ സമര പരമ്പരകൾ. 5 സ്വതന്ത്ര MLA-മാരുടെ പിന്തുണയോടെ അധികാരത്തിലേറിയ കേരളത്തിലെ പ്രഥമ സർക്കാരിന് കേവലം 2 MLA-മാരുടെ ഭൂരിപക്ഷം മാത്രമാണുണ്ടായിരുന്നത്. ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കൂറുമാറ്റ നിരോധന നിയമങ്ങൾ നിലവിലില്ലാതിരുന്ന അക്കാലത്ത് മോഹവില കൊടുത്ത് സ്വതന്ത്ര MLA-മാരെ മറുകണ്ഠം ചാടിക്കുവാനുള്ള ഗൂഢതന്ത്രങ്ങൾ ഗവർണർ B. രാമകൃഷ്ണ റാവുവിൻ്റെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ അതീവ രഹസ്യമായി പലവട്ടം അരങ്ങേറുകയുണ്ടായി. എന്നാൽ രാഷ്ട്രീയം ഒരു വ്യവസായമായി മാറിയിട്ടില്ലാത്ത അക്കാലത്ത് രാഷ്ട്രീയ പ്രബുദ്ധരും കറകളഞ്ഞ ജനസേവകരുമായ അവരിൽ ഒരാളെപ്പോലും ഇന്നത്തെ പോലെ റിസോർട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. പ്രായപൂർത്തി വോട്ടവകാശം സാർവത്രികമാകുന്നതിന് മുൻപ് വരെ ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളിലെന്ന പോലെ ഇവിടെയും കരന്തീരുവ വോട്ടവകാശമാണ് നിലനിന്നിരുന്നത്. അതായത് നിശ്ചിത തുക ഭൂനികുതി കൊടുക്കുന്നവർക്കും ബിരുദധാരികൾക്കും മാത്രമായി വോട്ടവകാശം പരിമിതപ്പെടുത്തിയിരുന്നു. ചുരുക്കത്തിൽ ജന്മികൾക്ക് മാത്രമായിരുന്നു വോട്ടവകാശമുണ്ടായിരുന്നത്. അധസ്ഥിതരും കീഴാളരും അരികു ജീവിതം നയിക്കുന്നവരുമായ അടിസ്ഥാന വർഗം എന്നും അധികാര രാഷ്ട്രീയത്തിന് പുറത്തായിരുന്നു നിലകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണ് രാജ്യമെമ്പാടും പ്രായപൂർത്തി വോട്ടവകാശം പ്രാബല്യത്തിലാകുന്നത്. തുടർന്നു വന്ന 1952 പൊതു തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ അനുരണനങ്ങളായി ഉയർന്നു പൊങ്ങി. ഇന്ത്യയുടെ വിവിധ നിയമനിർമ്മാണ സഭകളിലും ലോകസഭയുടെ അകത്തളങ്ങളിലും അടിച്ചമർത്തപ്പെട്ട കീഴാളൻ്റെ വിലാപങ്ങൾ വിജയഭേരികളായി ഉയർന്നു പൊങ്ങി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1957 പ്രഥമ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ അതിൻ്റെ ഫലം സമ്പൂർണമായിരുന്നു. മുന്നണി ബന്ധങ്ങളില്ലാതെ ആകെയുണ്ടായിരുന്ന 126 സീറ്റുകളിൽ 100 എണ്ണത്തിൽ മാത്രം തനിച്ച് മത്സരിച്ച കീഴാളൻ്റെ പാർട്ടിയെന്ന് മുദ്രകുത്തപ്പെട്ട അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 60 സീറ്റിൽ വിജയിക്കുകയും 5 കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ അധികാരത്തിലേറുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ജന്മികളും വരേണ്യവർഗ സമുദായങ്ങളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറച്ചു. നിരീശ്വരന്മാരുടെ ഭരണത്തിൽ കേരളത്തിലെ മുഴുവൻ പള്ളികളും പൊളിച്ചു നീക്കുമെന്നും അമ്പലങ്ങൾ കത്തിക്കുമെന്നും പ്രചരണമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് ദുർഭൂതത്തെ ഉച്ചാടനം ചെയ്യുവാൻ ക്രിസ്ത്യൻ പള്ളികളിൽ അഖണ്ഡ ജപമാലകളുടെ മന്ത്രധ്വനികൾ മുഴങ്ങി. കമ്മ്യൂണിസ്റ്റ് ഋഷിയുടെ മാനസാന്തരത്തിനായി പ്രത്യേക പ്രാർത്ഥനകളുമുണ്ടായിരുന്നു. ചില ദേവാലയങ്ങളിൽ രാത്രിയുടെ അന്ത്യയാമം വരെ നീണ്ടുനിന്ന ജാഗരണ പ്രാർത്ഥനകൾ അരങ്ങേറി. സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തുക എന്ന പ്രാഥമിക രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഒട്ടും വൈകാതെ ഇതിൻ്റെ തുടർച്ചയായി നിരവധിയായ സമര പരമ്പരകൾ കേരളത്തിൽ അരങ്ങേറി. പ്രതിപക്ഷ പാർട്ടികൾ സമര പരമ്പരകൾക്ക് നേതൃത്വം നൽകിയപ്പോൾ സവർണ സമുദായ നേതാക്കളും ആത്മീയ ആചാര്യന്മാരും ആളും അർത്ഥവും നൽകി സർക്കാരിനെതിരായ എല്ലാ സമരമുഖങ്ങളെയും ജ്വലനഗതിയിൽ സജീവമാക്കി. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും ആദ്യം പ്രക്ഷോഭം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കാട്ടാമ്പിള്ളിയിലാണ്. അതാകട്ടെ ഭൂരഹിതരായ ദളിതരാണ് നടത്തിയത്. സർക്കാർ അധികാരമേറ്റ അധികം കഴിയുന്നതിന് മുൻപായിരുന്നു ഈ സമരം. സമരത്തോട് കൈക്കൊണ്ട കടുത്ത നിലപാടുകൾ ഇടത് സർക്കാരിനെ രാഷ്ട്രീയമായി തുറന്നുകാട്ടി. സർക്കാരും സഖാക്കളും തുടർച്ചയായ വിമർശനത്തിന് വിധേയമായി. കണ്ണൂരിന് 3 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് കാട്ടാമ്പിള്ളി. ജയിൽ പുറമ്പോക്കെന്നറിയപ്പെടുന്ന 3 ഏക്കർ തരിശുഭൂമിയിൽ ഭൂരഹിതരായ 9 കുടുംബങ്ങൾ കയ്യേറി കുടിൽ കെട്ടി. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുൻപാണിത്. കോൺഗ്രസിന്റെ പിന്തുണയോടെയായിരുന്നു
ദളിത് കുടുംബങ്ങൾ ഭൂമി കയ്യേറിയത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ തഹസീൽദാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തു. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ മേലധികാരികൾ നിർദ്ദേശിച്ചു. വലിയ പോലീസ് സന്നാഹത്തോടെ ഭരണകൂടം മുഴുവൻ കുടിലുകളും പൊളിച്ചു നീക്കി. എന്നാൽ അധിനിവേശകരായ ദളിത് കുടുംബങ്ങൾ വീണ്ടും കുടിൽ കെട്ടി. ഇങ്ങനെ കുടിയൊഴിപ്പിക്കലും കുടിൽകെട്ടലും അവിരാമം തുടർന്നുകൊണ്ടേയിരുന്നു. പരാജയപ്പെടാൻ ആ ദളിത് കുടുംബങ്ങൾ തയ്യാറായിരുന്നില്ല. ദളിതനും കോൺഗ്രസ് നേതാവും പിൽക്കാലത്ത് MLAയും MP യും മന്ത്രിയുമൊക്കെയായ ശ്രീ K. കുഞ്ഞമ്പുവാണ് കേരളത്തിലെ പ്രഥമ കയ്യേറ്റ സമരത്തിന് നേതൃത്വം നൽകിയത്. കോൺഗ്രസ് നേതാവ് ശ്രീ P. ഗോപാലനും സമരക്കാർക്കൊപ്പം നിന്നിരുന്നു. എന്നാൽ സമരം അനിശ്ചിതമായി നീണ്ടുപോയതോടെ കോൺഗ്രസുകാർ സമരമുഖത്തു നിന്നും തന്ത്രപരമായി ഒഴിഞ്ഞുമാറി. ഈ വിഷമഘട്ടത്തിൽ കൂത്തുപറമ്പ് MLAയും സോഷ്യലിസ്റ്റ് നേതാവുമായ ശ്രീ PR കുറുപ്പ് സമരത്തിന് പിന്തുണയുമായി ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ സമരമുഖത്തേക്ക് രമ്പി വന്നു. ഭൂമി കയ്യേറ്റ സമരത്തോട് തീർത്തും നിഷേധ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിച്ചത്. കോൺഗ്രസും PSPയും ചേർന്ന് ഹരിജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് അനാവശ്യമായ ഈ സമരം രൂപം കൊണ്ടതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. യാതൊരുവിധമായ വിട്ടുവീഴ്ചകളുമില്ലാതെ ഈ അക്രമ സമരത്തെ അടിച്ചമർത്തുമെന്നും അദ്ദേഹം തുടർന്ന് പ്രഖ്യാപിച്ചു. 1957 നവംബറിൽ മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും വ്യവസായ മന്ത്രി KP ഗോപാലനും കണ്ണൂരിലെത്തി. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ മാത്രം ബലപ്രയോഗം നടത്താൻ നിയമമന്ത്രിയായ ശ്രീ VR കൃഷ്ണയ്യർ പോലീസിനോട് നിർദ്ദേശിച്ചു. നവംബർ 6 തലശ്ശേരി മെജസ്റ്റിക് ഹോട്ടലിൽ കിസാൻ പഞ്ചായത്ത് യോഗം കാട്ടാമ്പിള്ളി സമരത്തെപ്പറ്റി ചർച്ച ചെയ്തു. PSP നേതാവ് ശ്രീ PR കുറുപ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. കാട്ടാമ്പിള്ളിയിലേക്ക് ബഹുജന മാർച്ച് നടത്താനും ഭൂമി കയ്യേറി വീണ്ടും കുടിൽകെട്ടാനും യോഗം ഏകകണ്ഠമായി തീരുമാനമെടുത്തു. നവംബർ 10 ഇതിനു മുന്നോടിയായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ PSPയുടെ ആഭിമുഖ്യത്തിൽ വലിയ യോഗം നടന്നു. പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് കാട്ടാമ്പിള്ളി ജയിൽ പുറമ്പോക്ക് ഭൂമിയിൽ കയറി കുടിൽ കെട്ടുമെന്നും യോഗം പ്രഖ്യാപിച്ചു. നവംബർ 11 രാവിലെ 8 മണിക്ക് കണ്ണൂരിലെ PSP ഓഫീസിൽ നിന്ന് സമരജാഥ പുറപ്പെട്ടു. ജാഥ നയിച്ചത് ശ്രീ PR കുറുപ്പായിരുന്നു. ശ്രീ PM കുഞ്ഞിരാമൻ നമ്പ്യാർ, ശ്രീ PR കുറുപ്പ്, ശ്രീ അരങ്ങിൽ ശ്രീധരൻ, ശ്രീ NK ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 5000-ലധികം വരുന്ന മനുഷ്യസാഗരം സമരഭൂമിയിലേക്ക് ഇരമ്പി നീങ്ങി. സമരമുഖത്ത് നിലയുറപ്പിച്ച വൻ പോലീസ് സന്നാഹത്തിൻ്റെ ചെറുത്തുനിൽപ്പിനെ കായികമായി നേരിട്ട സമരഭടന്മാർ കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ നിരോധിത മേഖലയിലേക്ക് പാഞ്ഞു കയറി. തുടർന്ന് നടന്ന ഭീകരമായ ലാത്തിച്ചാർജിൽ PR കുറുപ്പടക്കമുള്ള മുഴുവൻ മുൻനിര നേതാക്കൾക്കും ഗുരുതരമായി പരിക്കേറ്റു. 17 ദിവസത്തെ തീവ്രപരിചരണത്തിന് ശേഷം എല്ലാ നേതാക്കളെയും ആശുപത്രിയിൽ നിന്നും കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. ഡിസംബർ 14 സമരം ഒത്തുതീർപ്പായി. കാട്ടാമ്പിള്ളി പുറമ്പോക്ക് ഭൂമി ഹരിജൻ കോളനിക്കായി വിട്ടുകൊടുക്കുമെന്നും ഭൂമി 9 ഹരിജൻ കുടുംബങ്ങൾക്കായി വീതിച്ചു നൽകുമെന്നുമായിരുന്നു വ്യവസ്ഥകൾ. സമരത്തെ ഒറ്റുകൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അപ്രസക്തമാക്കിക്കൊണ്ട് കാട്ടാമ്പിള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ PSPയുടെ ജൈത്രയാത്ര തെക്കൻ തിരുവിതാംകൂറിലെന്ന പോലെ മലബാറിൻ്റെ ഹൃദയഭൂമിയിലും പതിറ്റാണ്ടുകളോളം തുടരുക തന്നെ ചെയ്തു.